Hey guys, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 ചട്നി റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് അതേസമയം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 3 ചട്നി. അത് ഉഴുന്നുവട, അതുപോലെ തന്നെ ഉഴുന്ന് ദോശ, ചെറിയ തട്ടുദോശ, അതുപോലെ തന്നെ ഇഡ്ലി, ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 ചട്നിയാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ചട്നിയിലേക്ക് വേണ്ടത് ഒരു സവാളയുടെ കാൽഭാഗം, ഒരു തക്കാളിയുടെ കാൽഭാഗം, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി, കുറച്ച് പുളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 4-5 വറ്റൽമുളക്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. എരിവുള്ള വറ്റൽമുളക് എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ കൂടെ വേണം. അത് ഇതെല്ലാം കൂടെ ചൂടാക്കിയ ശേഷം ചേർക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പുളി, വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ലിഡ് വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം സോഫ്റ്റായി നല്ലോണം കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉള്ളിയും തക്കാളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. കറിക്കൊന്ന് വഴറ്റണ ആ രീതിയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അധിക നേരം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അതൊഴിച്ച് ഇത് നമുക്ക് അരച്ചെടുക്കാം. ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഈ ചട്നി. ഈ ചട്നി വട, അതുപോലെ തന്നെ തട്ടുദോശ, അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി വഴറ്റുന്ന സമയത്ത്. ഇനി അടുത്ത ചട്നി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഏകദേശം ചൂടാവുമ്പം അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും 4 വെളുത്തുള്ളി കട്ട് ചെയ്തതും കുറച്ച് പുളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഈ മിക്സ് ഒന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യണം. ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക.
എന്നിട്ട് അതിലേക്ക് തിളച്ച് ചൂടാറിയ വെള്ളം, തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ഒഴിക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു ചട്നിയും പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോണ ചട്നിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത ചട്നിക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. 4 അണ്ടിപ്പരിപ്പ്, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3/4 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഫ്രീസ് ചെയ്ത തേങ്ങ ആയ കാരണം ആണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഫ്രഷ് ആണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അതിലേക്ക് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അത് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.